ഗുഡ് ഈവനിങ്. ആരും ഒന്നും കഴിച്ചില്ലേ ഉച്ചയ്ക്ക്? ഗുഡ് ഈവനിങ്. നമ്മുടെ ഈ വർഷത്തെ ഓർഗനൈസേഷൻസ് ആനിവേഴ്സറി നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. എല്ലാ സംഘടനകളുടെ വാർഷിക റിപ്പോർട്ടും വിവിധ പരിപാടികളും അവതരിപ്പിക്കപ്പെടും. ഈ വർഷത്തിനൊരു പ്രത്യേകതയുള്ളത്, വി ഡോണ്ട് ഹാവ് എനി ചീഫ് ഗസ്റ്റ്, വി ഓൾ ആർ ചീഫ് ഗസ്റ്റ്. ഒരു കൈഡി കൊടുത്തേ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നത്തെ ചീഫ് ഗസ്റ്റുകൾ നമ്മളെല്ലാവരുമാണ്. പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, കഴിഞ്ഞൊരു വർഷം ഞങ്ങളുടെ വിവിധ സംഘടനകളെ കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിനെയും ആത്മായ സംഘടനയെയും സ്ത്രീജന സഖ്യത്തെയും ചർച്ച് കൊയറിനെയും യുവജന പ്രസ്ഥാനത്തെയും സൺഡേ സ്കൂളിനെയും അങ്ങ് അനുഗ്രഹിച്ചു. ലഭിച്ച നന്മയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് വിവിധ പ്രോഗ്രാമുകളിലൂടെയും ഞങ്ങളുടെ വാർഷിക റിപ്പോർട്ടുകളിലൂടെയും അങ്ങയോടുള്ള നന്ദി അർപ്പിക്കുന്ന ഈ വേളയിൽ കർത്താവിൻ്റെ സാന്നിധ്യം നൽകണമേ. ആദ്യോടന്തം അവിടുത്തെ സാന്നിധ്യം കൂടിയിരിക്കണമേ. ഇവിടെ വിവിധ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ സംഘടനകളെയും റിപ്പോർട്ടിനായി ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാ സെക്രട്ടറിമാരെയും ഇതിന് നേതൃത്വം വഹിക്കുന്ന ചർച്ച് കമ്മിറ്റിയെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. കടന്നു വരുന്ന എല്ലാ ഇടവക അംഗങ്ങൾക്കായി സ്തോത്രം. ഈ രാത്രി ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെ രാത്രിയാക്കണമേ. എല്ലാ പ്രോഗ്രാമുകളും ഒരുപോലെ അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ. യാലയും പരിശുദ്ധവും യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ലഭിച്ച എല്ലാ നന്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ ആരംഭിക്കുന്നു. ഇത് അവിടുത്തെ നാമമഹത്വത്തിന് മുഖാന്തരമാക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിന് കോമ്പേഴ്സായി സേവനം ചെയ്യുന്നത് മിസ്റ്റർ ശ്രാവൺ പോൾ ജേക്കബ് ആൻഡ് മിസ് ജസ്നി മറിയം സാം. അവരോടൊപ്പം ഐറിനുമുണ്ട്. ഐറിനെ വെൽക്കം. ഐറിൻ ലാൻഡ് ചെയ്തോളൂ, ഈ പ്രോഗ്രാമിന് വേണ്ടി വന്ന. ആൻഡ് ഹാൻഡ് ഓവർ ടു അവർ കോമ്പേഴ്സ്. A very warm greetings in the name of our Lord and Savior Jesus Christ. With hearts full of gratitude and joy, we welcome you all to the organization's anniversary celebrations. Annual Day is not just a celebration, it's a reflection of our journey, a showcase of talent and a promise for a brighter tomorrow. This is Mr. Shravan Paul Jacob, Miss Jasni Mariam Sam, Miss Irene Susan Workey, the host for today's program. Now I welcome our church treasurer, Mr. Verghese John, for the welcome address.
ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിന്നെ ഒരുക്കുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണെന്നേകയാശ്രയം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. നിന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും.
കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം, നിന്റെ മുൻപിൽ കാഴ്ചയിടാം. താങ്ക് യു. Thank you. Thank you, Nia and Rosh, for your wonderful duet performance. May God bless you and use you more in the future. May I now invite our Vicar, Reverend Sam Matthew K., for delivering the presidential address. The church choir to present their special song.
Thank you, Church Choir, for your uplifting and melodious song. Now, I call upon the choir secretary to present this year's report. Sunil Joseph and Mrs. Bindu Annie Sunil to present their duet performance. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വര അതിനുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ.
യേശുപരാ നന്ദി യേശുപരാ I call upon the youth representative to present this year's report. It's now my pleasure to invite the Women's Fellowship of the Church to present their special song.
everywhere. Raise your hands up in the air and say, Jesus is alive. Now get ready for a joyful rhythmic dance by a Tiny Tots. Let's give them a loud applause for dancing for Jesus. Fantastic participation. We are grateful for the joyful performance by a Tiny Tots who dance beautifully for the glory of Jesus. Now I call upon the representative of Sunday School to present this year's report. മേരി ആൻറ്റിയുടെ കഥാപ്രസംഗമാണ്. മേരി ആൻറ്റിയെ സ്വാഗതം ചെയ്യുന്നു. സഹൃദയരെ, വിശുദ്ധ ബൈബിളിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. സത്യപ്രവചനം. ഇസ്രായേലിലെ അതിമനോഹരമായ ഒരു കൊട്ടാരം. ഒരു പ്രഭാതത്തിൽ കൊട്ടാരത്തിന് ചുറ്റും ലക്ഷക്കണക്കിന് ജനങ്ങൾ തടിച്ചു കൂടിയിരിക്കുന്നു. എല്ലാവരും ആഹ്ലാദ തിമിർപ്പിലാണ്. കൊട്ടാര നർത്തകികൾ മതിമറന്ന് നൃത്തം ചെയ്യുന്നു. തപ്പുകൊട്ടി താളമിട്ട് പാട്ടുപാടി നൃത്തമാടി ആനന്ദമായി ആഘോഷമായി കൊട്ടാരമാകെ ഉണർന്നു. അവിടെ കൂടി വന്നിരിക്കുന്ന മനുഷ്യ മനസ്സുകൾ ഉല്ലസിച്ചാർക്കുകയാണ്. അവരുടെ സന്തോഷത്തിന് കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ആഹാബ് രാജാവിന്റെ വിവാഹമാണ്. വധു ആരെന്നറിയണ്ടേ? ഒരു അപ്സരസ്. ജിസബൽ, ജിസബൽ, മനോഹരാംഗി ജിസബൽ. സ്വപ്നം വിരിയും മിഴിയിണയും താമര വിടരും കവിളിണയും. സ്വപ്നം വിരിയും മിഴിയിണയും താമര വിടരും കവിളിണയും. സീദോന്യ രാജാവായ ഏത്ബാലിന്റെ പുത്രിയാണവൾ. ദാ അങ്ങോട്ട് നോക്കൂ, വധുവും വരനും കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ എത്തിയിരിക്കുന്നു ജനങ്ങൾക്ക് ദർശനം നൽകാൻ.
അവരെ കണ്ട മാത്രയിൽ ഇസ്രായേലിലെ ജനത അനുഗ്രഹം ചൊരിയാൻ തുടങ്ങി. നമ്മുടെ രാജ്യത്തിൻ പൊൻകൊടി പാറുവാൻ ബാൽദേവൻ നൽകിയ രാജ്ഞി വാഴ്ക. നാടിൻ അഭിമാന സ്തംഭമായി മാറുക, ആഹാബിൻ കാന്തയാൽ ശോഭിക്കുക. എല്ലാവരാലും പ്രകീർത്തിക്കപ്പെട്ട വിവാഹമായിരുന്നു അത്. എന്നാൽ ഒരാൾ മാത്രം കോപം പൂണ്ടു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ. ആഹാ ബാൽദേവന് വേണ്ടി ബലിപീഠം പണിയുകയും ആ ബാൽദേവനെ ആരാധിക്കുകയും ബാൽദേവൻ നൽകിയ ജിസബെലിനെ വിവാഹം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതിനെതിരെ ദൈവം കോപിച്ചു, ശബ്ദിച്ചു. പക്ഷേ ആഹാബ് കേട്ടില്ല. എങ്ങനെ കേൾക്കാൻ? ആഹാബിൻ ഹൃദയത്തിൽ തെളിയും ജിസബേലിൻ പുഞ്ചിരികൾ, മധുവിതുരാവിന്റെ മധുരം തൂകി മതിമറന്നായുവാൻ മാനസങ്ങൾ. ആഹാബിന് ജിസബെൽ ജീവന്റെ ജീവനാണ്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ജിസബെൽ പറയുന്നതിൽ നിന്ന് കടുകിട വ്യതിചലിക്കുവാൻ ആഹാബ് തയ്യാറായില്ല. നാളുകൾ കഴിഞ്ഞു. ഒരിക്കൽ ജിസബെൽ ആഹാബിന്റെ ചെവിയിൽ മന്ത്രിച്ചു, ആഹാബ്, ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ, കേൾക്കട്ടെ. പൂജാഗിരി വേണം, എനിക്കൊരു പൂജാഗിരി വേണം. പ്രാർത്ഥനയ്ക്കായി ഞാൻ മനസ്സിൽ സൂക്ഷിച്ച ബാൽദേവനായൊരു പൂജാഗിരി, ബാൽദേവനായൊരു പൂജാഗിരി. പിന്നെ ഒട്ടും താമസിച്ചില്ല. ആഹാബ് തന്റെ ഭാര്യയുടെ ഇംഗിതത്തിന് വഴങ്ങി ബാൽദേവന് വേണ്ടി ഒരു പൂജാഗിരി സ്ഥാപിച്ചു. ബലിപീഠം പണിതു. ബാൽദേവനെ ആരാധിക്കുവാൻ തുടങ്ങി. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ മറന്നു. അതിനെതിരെ ദൈവം വീണ്ടും കോപിച്ചു. അതുമാത്രമല്ല, ഇസ്രായേലിലെ ജനതയെ കൊന്നൊടുക്കുവാൻ, പ്രവാചകന്മാരെ കൊന്നൊടുക്കുവാൻ വേണ്ടി പരക്കം പാഞ്ഞു. ദുഷ്ടനാം ആഹാബിന്റെ ഭരണം സഹിക്കാതെ കർത്താവിൻ ദൂതുമായി എത്തി ഒരു നാൾ ദൂതൻ. മട്ടുപ്പാവിലെ പട്ടുമെത്തയിൽ ഒരിക്കൽ രാജാവ് അർദ്ധമയക്കത്തിൽ അമർന്നപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ജ്വലിക്കുന്ന കണ്ണുകളുമായി ഒരാൾ മുന്നിൽ നിൽക്കുന്നു. ഏലിയ പ്രവാചകൻ. ആഹാ, നീ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾക്ക് അതിരില്ല. ഇന്നു മുതൽ ഇസ്രായേലിൽ മഴ പെയ്യില്ല. ഇത് ദൈവകൽപ്പന. പ്രവാചകൻ പിൻവാങ്ങി. നാളുകൾ കഴിഞ്ഞു. ഇസ്രായേലിൽ മഴ നിന്നു. കൃഷി നശിച്ചു. മനുഷ്യനും മൃഗങ്ങളും ചത്തൊടുങ്ങി. ജനങ്ങൾ ദാഹജലത്തിനു വേണ്ടി പരക്കം പാഞ്ഞു. ഈ ദുരവസ്ഥയിൽ അവരെ സഹായിക്കുവാൻ ദുർദേവന് കഴിഞ്ഞില്ല. ജനങ്ങൾ രാജാവിനെതിരെ മുറവിളി കൊട്ടി, രാജാവ് കുടിനീർ നൽകുക, രാജാവ് കുടിനീർ നൽകുക. സഹൃദയരെ, ഇസ്രായേലിൽ മഴ പെയ്തിട്ട് വർഷം 3 കഴിഞ്ഞു. ദാഹജലമില്ലാതെ ആർക്ക് ജീവിക്കാൻ കഴിയും? രാജാവും രാജ്ഞിയും തലപുകഞ്ഞ് ആലോചിച്ചു. ഓബാദിയ, എന്താ പ്രഭു? രാജ്യത്തുടനീളമുള്ള തടാകങ്ങളും ജലാശയങ്ങളും ചെന്ന് നോക്കൂ, ചിലപ്പോൾ ജലം കിട്ടും. ശരി പ്രഭു. കാര്യസ്ഥൻ പിൻവാങ്ങി. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കാര്യസ്ഥൻ അവിടേക്ക് ഓടിയെത്തി. എന്താ എന്താ ഓബാദിയ, നീർച്ചാൽ കണ്ടോ? ഇല്ല പ്രഭു, നീർച്ചാൽ കണ്ടില്ല. പക്ഷേ ആ പ്രവാചകനെ ഞാൻ കണ്ടു. എവിടെ അയാൾ? വേഗം കൊണ്ടുവരൂ. പിന്നെ ഒട്ടും താമസിച്ചില്ല. 2 പേർ ചേർന്ന് ആ പ്രവാചകനെ അവിടേക്ക് കൊണ്ടുവന്നു. നീയാണോ ഇസ്രായേലിലെ ജനതയ്ക്ക് ദുഷ്ടത വരുത്തുന്നവൻ? ഞാനല്ല, നീയും നിന്റെ കുടുംബവും. നിന്റെ തെറ്റുകൾ, ഒരാളുടെ തെറ്റ് മാത്രം മതി ഒരു രാജ്യം നശിക്കുവാൻ. ആഹാ, നിന്റെ ദൈവമാണോ അതോ
എന്റെ ദൈവമാണോ യഥാർത്ഥ ദൈവമെന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. അത് ഇസ്രായേലി ജനത കാണട്ടെ. ആഹാബും ഏലിയ പ്രവാചകനും മത്സരത്തിനൊരുങ്ങി. ആകാശത്തു നിന്നും അഗ്നിഗോളങ്ങൾ ഇറക്കി ബലിവസ്തു നശിപ്പിക്കുന്നത് ആരുടെ ദൈവമാണോ ആ ദൈവമാണ് യഥാർത്ഥ ദൈവം. ബാലിന്റെ പ്രവാചകർ ബലിപീഠം പണിതു, പക്ഷേ അഗ്നി വർഷിച്ചില്ല. അടുത്തത് ഏലിയ പ്രവാചകന്റെ ഊഴം. ഏലിയാവ് മനമുരുകി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അതാ ആകാശത്ത് നിന്നും അഗ്നിഗോളങ്ങൾ ഇറങ്ങുന്നു. അത് ബലിവസ്തുക്കളും ബലിപീഠവും മാത്രമല്ല, അത് നിർമ്മിക്കുവാൻ ഉപയോഗിച്ച കല്ലുകൾ വരെ കത്തിച്ചാരമായി മാറി. ഇസ്രായേൽ ജനത ആർത്തു വിളിച്ചു, ഇസ്രായേലിന്റെ യഹോവ തന്നെ യഥാർത്ഥ ദൈവം, ഇസ്രായേലിന്റെ യഹോവ തന്നെ യഥാർത്ഥ ദൈവം. ഏലിയ പ്രവാചകൻ വീണ്ടും പ്രാർത്ഥിച്ചു. സർവചരാചര സൃഷ്ടാവേ, തെളിയിക്കൂ നിൻ ദൈവത്വം. മഴവെള്ളത്താൽ കുളിരണിയട്ടെ, മനസ്സും മണ്ണും നനയട്ടെ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആകാശം മേഘാവൃതമായി. മഴ തകർത്തു പെയ്തു. മനുഷ്യ മനസ്സുകൾ കുളിരണിഞ്ഞു. എവിടെയും സന്തോഷം. പക്ഷേ ഒരാൾ പ്രതികാര ജാലിയായി. ജിസബൽ. ഒരിക്കൽ ജിസബൽ തന്റെ മുറിയിലേക്ക് കടന്നപ്പോൾ അവിടെ ദുഃഖിതനായി കിടക്കുന്ന ആഹാബ് രാജാവിനെ കണ്ടു. ആഹാബ്, എന്തു പറ്റി? എന്താ മുഖം വല്ലാണ്ടേ? എന്താണെങ്കിലും എന്നോട് പറയൂ. ജിസബൽ അയൽപക്കത്തെ ആ മുന്തിരിത്തോപ്പ് കണ്ടോ? അത് നാബോത്തിന്റെ മുന്തിരിത്തോപ്പാണ്. എത്ര വില നൽകാമെന്ന് പറഞ്ഞിട്ടും അത് തരുവാൻ നാബോത്ത് തയ്യാറാകുന്നില്ല. അത്രയുള്ളൂ കാര്യം. അങ്ങ് സമാധാനമായിരിക്കൂ. നാബോത്തിൻ മുന്തിരിത്തോപ്പു ഞാൻ നേടിടും, കീഴല്ലേ കീഴല്ലേ തോപ്പിനായി. ഇസ്രായേൽ മന്നനെ ധിക്കരിച്ചിടുവോ, നാശത്തിൻ പാതയിൽ വീഴുമെന്നും. നാബോത്തിനെ കൊല്ലുവാൻ ജിസബൽ കരുക്കൾ നീക്കി. അതിൻ പ്രകാരം നാബോത്തിനെ രാജ്യദ്രോഹിയും ദൈവദൂഷകനുമായി ചിത്രീകരിച്ചു. ജനങ്ങൾ നാബോത്തിനെ കല്ലെറിഞ്ഞു. കൊല്ലവനെ, രാജ്യദ്രോഹി, ദൈവദൂഷകൻ. അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, ഞാൻ നിരപരാധിയാണ്. നാബോത്തിന്റെ കരച്ചിൽ ദൈവസന്നിധിയിലെത്തി. നാബോത്ത് മരിച്ചു. മരണവിവരം അറിഞ്ഞ് ജിസബലും ആഹാബും മുന്തിരിത്തോപ്പ് സ്വന്തമാക്കുവാൻ വേണ്ടി ഇറങ്ങി. വഴിമധ്യേ ആ പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടു. നാബോത്ത്, നീ നീചനാണ്, നിരപരാധിയായ ഒരു വ്യക്തിയെ കൊന്നവൻ. നാബോത്തിന്റെ രക്തം വീണ ഈ മണ്ണിൽ വെച്ച് തന്നെ നിന്റെ രക്തവും കാട്ടുനായ്ക്കൾ വലിച്ചു കുടിക്കും. ജിസബൽ, ഈ നാടിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ നിന്റെ രക്തവും കാട്ടുനായ്ക്കൾ വലിച്ചു കുടിക്കും. ഇത് കേട്ട് ആഹാബ് സ്തംഭിച്ചു നിന്നു. ഏലിയ പ്രവാചകൻ ശക്തനാണ്. ഇസ്രായേലിന്റെ യഹോവയാണ് അവന്റെ ശക്തി. 3 വർഷം കഴിഞ്ഞു. സിറിയക്കാർ വീണ്ടും യുദ്ധത്തിനൊരുങ്ങി. ശാന്തിയുടമ്പടി കാറ്റിൽ പാറി സിറിയക്കാർ യുദ്ധത്തിനൊരുങ്ങി. ആഹാബും സേനയൊരുക്കി പോരു തുടങ്ങി വീണ്ടും, പോരു തുടങ്ങി വീണ്ടും. വേഷപ്രച്ഛന്നനായി ആഹാബും യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി. യുദ്ധം ചെയ്യുന്നതിനിടെ പെട്ടെന്ന് ഒരമ്പ് ആഹാബിന്റെ പടച്ചട്ടിക്കും കവചത്തിനും ഇടയിലേക്ക് തുളച്ചു കയറി. ആഹാബിന്റെ മാറിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി. നാബോത്തിന്റെ രക്തം വീണ മണ്ണിൽ വെച്ച് തന്നെ ആഹാബിന്റെ രക്തവും ചിതറി വീണു. അത് കുടിക്കുവാൻ കാട്ടുനായ്ക്കൾ ഓടിയെത്തി. നേരം സന്ധ്യയായി. ആഹാബിന്റെ മരണവിവരം അറിഞ്ഞ് ജിസബേൽ അവിടേക്ക് ഓടിയെത്തി. ആഹാബ്, ആഹാബ്, എന്നെ തനിച്ചാക്കി പോവുകയാണോ ആഹാബ്? ആഹാബ്! ഒരു ഭ്രാന്തിയെ പോലെ അവൾ ഇരുളിലേക്ക് ഓടി മറഞ്ഞു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേലി ജനത ദാരുണമായ ആ കാഴ്ച കണ്ടു. സുന്ദരിയായ ജിസബേലിന്റെ ശരീരം കാട്ടുനായ്ക്കൾ കടിച്ചു കീറിയിട്ടിരിക്കുന്നു. ദൈവവിധി പോലെ
ആ പ്രവചനം സത്യമായി മാറിയിരിക്കുന്നു. സത്യപ്രവചനം. പ്രിയമുള്ളവരെ, ഒന്നോർക്കുക, ദൈവത്തെ മറന്നുള്ള മനുഷ്യന്റെ യാത്ര ലോകത്താകമാനം തുടരുന്നു. അവിടെ സത്യം മരിക്കുന്നു, ധർമ്മം കേഴുന്നു, നീതി പിടയുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ അർത്ഥപൂർണത എന്ന് പറയുന്നത് ദൈവത്തെ തേടുന്ന നേരുള്ള ഹൃദയത്തിന്റെ സഞ്ചാരമാണ്. അതാണ് കാലത്തിന്റെ കാവ്യനീതി. അവിടെ ഞാൻ എൻ്റെ ഈ കഥ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Now, I warmly welcome the youth of a church to present their dance performance. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി മഞ്ഞു പെയ്യും നനുത്തരാവിൽ രാരിരം പാടി മാലാഖമാർ മഞ്ഞു പെയ്യും നനുത്തരാവിൽ രാരിരം പാടി മാലാഖമാർ ഉറങ്ങരുതേ ഇടയന്മാരെ സന്മനസ്സുള്ളവർക്കായിതാ പാരിൻ രക്ഷകൻ ദേവസുതൻ പുൽക്കൂട്ടിൽ മയങ്ങുന്നു സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി സ്നേഹദീപം പിറന്ന രാവിൽ വഴി തെളിച്ചു താരകങ്ങൾ സ്നേഹദീപം പിറന്ന രാവിൽ വഴി തെളിച്ചു താരകങ്ങൾ വൈകരുതേ രാജാക്കളെ സ്വർഗത്തിൻ ദാനമായിതാ കനിവിൻ സൂര്യൻ ഹൃദയരാജൻ പുൽക്കൂട്ടിൽ മയങ്ങുന്നു സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി
ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹിം സൃഷ്ടാവാം ദൈവം നിൻ വചനത്താലുളവായല്ല. യഹോവ ഇല്യോ അത്യുന്നതൻ നീ, നിന്നെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ ഈരേ ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നന്ദി. The fruit are the gifts that only God can give: love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Have you got them? Let's watch a lively dance presentation by a primary and junior Sunday school kids celebrating the fruit of Spirit.
you need to stay. It's easy to quit instead of staying till the end. It's easy to argue instead of speaking like a friend. Whoa, there's a better way. Spirit can help you when you pray. Fruit of the Spirit. This is how we live. Fruit of the Spirit. The gifts that only God can give. There's a better way. God will help you each and every day. Fruit of the Spirit. This is how we live. Fruit of the Spirit. Gifts that only God can give. Fruit of the Spirit. This is how we live. Fruit of the Spirit. Gifts that only God can give. Thank you, dear primary and junior Sunday school children, for the lively and joyful dance celebrating the fruit of Spirit. Your It's my pleasure to invite Miss Abigail Alice Bijosh, representing the Sunday school, to present her violin solo on Showers of Blessing. The Lion of Judah is coming. He comes with justice in his eyes and love in his heart. Are you ready for him? Let's watch Echoing Revelation, a presentation by intermediate, senior and youth Sunday school children. He's coming. Awake, awake, O sleeper. Awake, awake, O sleeper. He's coming. He's coming, he's alive. Jesus of Nazareth, the son of David, the slain lamb. He was born to be a king. He's alive.
Jewish man. He's live. He's live. Prepare the way. People get ready. People get ready. Surely he is not a man that he would lie. He said he would come again, come again. People get ready. People get ready. Yes, children of God, get ready. Our Lord is coming. He deserves our praise and worship. Holy, holy, holy is the Lord God Almighty, who was and is to come with all creation. Let's sing praise to the King of Kings and Lord of Lords. Praise be to him always. Worthy is the
you to the intermediate, senior, and youth Sunday school children for the powerful presentation echoing Revelation. Your message was both moving and impactful. Vincent Kumar for a solo performance. ഉണരുമീയാത്മതാപം അറിയുമെന്ത് വ്യനാഥ ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാനാളം ഉണരുമീയാത്മതാപം അറിയുമെന്ത് വ്യനാഥ ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാനാളം ഉണരുമീ ആത്മതാപം. ജഡികമാമോഹം പോലെ പോയി ഞാൻ ശാപം വാങ്ങി തകരുമീ പാപിക്കങ്ങേ കരുണയെ തേടാനുള്ളൂ ദാസനായി കരുതണേ വരികയായി ഞാൻ പിതാവേ ദാസനായി കരുതണേ വരികയായി ഞാൻ പിതാവേ സ്നേഹമേകി ദാനമേകി സ്വീകരിക്കണമേ ശാന്തിയേകി സൗഖ്യമേകി നിത്യജീവനാ ഉണരുമീ ആത്മതാപം അറിയുമെന്ത് വ്യനാഥ ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാനാളം ഉണരുമീ ആത്മതാപം. വരിക ഞാൻ ദൂരത്തങ്ങേ മിഴികളിൽ വീഴുമ്പോഴേ അനുപമ സ്നേഹത്തോടെ കൈകളിൽ ആശ്ലേഷിച്ചു തനയനായി നൽകി നീ തിരികെയാ ദൈവരാജ്യം തനയനായി നൽകി നീ തിരികെയാ ദൈവരാജ്യം ബോധ്യമേകി ശക്തിയേകി സ്വന്തമാക്കി നീ രക്ഷയേകി മോക്ഷമേകി ധന്യനാക്കി നീ ഉണരുമീ ആത്മതാപം അറിയുമെന്ത് വ്യനാഥ ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാനാളം ഉണരുമീ ആത്മതാപം അറിയുമെന്ത് വ്യനാഥ ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാനാളം
മനസ്താപം. താങ്ക് യു. It is my pleasure to invite the youth to present their skit. Let us all look forward to an engaging and meaningful performance. ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടും അർപ്പണബോധം കൊണ്ടും ജീവിത പ്രതിസന്ധികളെ അതിജീവിച്ചവരാണ് പഴയ നിയമ പിതാക്കന്മാരായ വിശുദ്ധന്മാർ. ആദ്യ പിതാവായ ആദം മുതൽ എല്ലാവരും ദൈവാശ്രയത്താൽ പരീക്ഷകളെ തരണം ചെയ്തവർ ആവുന്നു. അവർ ഈ വർത്തമാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവരുടെ അവസ്ഥ? നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ യുവജന പ്രസ്ഥാനാംഗങ്ങൾ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്ന ലഘു നാടകം പഴയ നിയമ പിതാക്കന്മാർ 2025K. നീ ഏതാടാ? നിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടൊക്കെ തന്നെ ഉള്ളതാ. പിന്നെ ടച്ചിങ്സിന് ഈ പഴം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അയ്യോ, ഇതൊന്നും കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞേക്കണേ. അതൊക്കെ ദൈവം നിങ്ങളെ ചുമ്മാ പറ്റിക്കാൻ പറയണല്ലേ. ദേ ഇങ്ങോട്ട് നോക്കിക്കേ. ആൻഡ് സ്കിൻ, ആൻഡ് ഫേസ്, ആൻഡ് ബോഡി, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അയ്യോ, സ്കിൻ ഗ്ലോ ആവോ? ആന്റി ഏജ് ഒക്കെ മാറുവോ? പിന്നല്ല. ആ, എന്നാ പിന്നെ ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ? നീ പെട്ടു മോളെ, നീ പെട്ടു. You cheat, you bloody cheat. നീ എന്നെ പറ്റിച്ചല്ലടാ ദുഷ്ടാ. എന്തായാലും നീ പെട്ടു. പിന്നെ നിന്റെ ആ ബെസ്റ്റി ഇല്ലേ, ആ കാട്ടുകോഴി, അവനും കൊണ്ട് കോട. Darling. എന്നാ വാവേ? ദേ ഇതങ്ങ് കഴിച്ചേ. നിനക്കിത് എവിടെന്നാ കിട്ടിയേ? ദൈവത് കഴിക്കില്ലെന്നല്ല പറഞ്ഞിരിക്കുന്ന വാവേ. അല്ലേലും എനിക്കറിയാം നിനക്ക് ഈടായിട്ട് എന്നോട് ഒരു സ്നേഹവുമില്ല. എപ്പോഴും ദൈവം 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 എന്നുള്ള വിചാരമേ ഉള്ളൂ. എന്റെ പൊന്നെ, അങ്ങനൊന്നും പറയല്ലേ വാവേ, ഞാൻ ഇത് കഴിച്ചോളാം. എടാ ആദമേ, ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞ പഴം നീ കഴിച്ചു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ നിന്റെ പെണ്ണുമ്പിള്ളയെ പൂർണ്ണമായി അനുസരിക്കില്ലെന്ന്? നിനക്കിനി ഇവിടെ സ്ഥാനമില്ല. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഗാർഡൻ. പുറത്തു പോടാ, ഗെറ്റ് ഔട്ട്. പോയി എങ്ങനെയും ജീവിക്കും. പഴം വിഴുങ്ങി. അവൾ പോയിട്ട് കുറെ നേരമായല്ലോ. ഓ, വരുന്നുണ്ട്. കാണാത്ത പോലെ ഇരിക്കാം. ഓ, ഇങ്ങേരെ ഏത് സമയം ബൈബിള് വായന തന്നെ. ഒരു പണിക്കും പോവില്ല, വീട്ടിലൊരു കൈ സഹായം ഇല്ല. ചായ, ഈ കല്ലിലെ അരിയല്ലോ ഒന്ന് എടുത്തു കളഞ്ഞേ. നീ എന്തൊക്കെ കമ്പച്ചിടിയെ പറയണേ? എന്തായാലും ശരിയാ, കല്ലിലെ അരിയോ അരിയിലെ കല്ലോ എന്തേലും ആട്ടെ, നിങ്ങളതൊന്ന് പറക്കി തരാമോ? ദൈവമേ, നീ എന്റെ ആടുമാടുകളെ എടുത്തു, സ്വത്തെടുത്തു, എന്റെ മക്കളെ എടുത്തു. എന്തുകൊണ്ട് ഇവളെ? എന്തേലും പറഞ്ഞായിരുന്നോ? അയ്യോ, ഒന്നുമില്ലേ. ആ ചാരത്തിൽ പോയിരുന്ന അരി വെറുക്കാമെന്ന് പറയുകയായിരുന്നു. നിങ്ങൾ ഏത് സമയം ആ ചാരത്തിൽ പോയിരുന്ന എന്തോ കാണിക്കുക? ആ, എന്തേലും കാണിക്ക. അവിടെ ആണെങ്കിൽ ഇവളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. അവൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസാ. ടാൻ ആകും, സൺകീസ് അടിക്കും എന്ന് പറഞ്ഞ ആ ഭാഗത്തോട്ടേ വരില്ല.
ഈ മുറി എനിക്കുള്ളതാ. എടുത്തോ, ആ മുറി എടുത്തോ. പക്ഷെ ആ AC അങ്ങ് ഞാനങ്ങ് കൊണ്ടുപോകും. ആടി കാണാടി കാണാടി കാണാം. എന്തുവാടി അവിടുത്തെ ഒച്ചപ്പാടും ബഹളവും? ഓ, അതാ AC-ക്ക് വേണ്ടിയുള്ള ബഹളവാ. AC-യോ? നിങ്ങളല്ലേ പറഞ്ഞ എല്ലാത്തിന്ന് 2 എടുത്താ മതിന്ന്? ഞാനല്ല, അത് ദൈവമാ പറഞ്ഞത്. ഒരേ AC നമ്മുടെ റൂമിലൊക്കെ എടുത്തു. മറ്റേ AC-ക്ക് വേണ്ടിയിട്ടുള്ള അടിയാ അവിടെ നടക്കുന്നേ. അല്ല, നിന്റെ ഇള സന്തതി എന്തിയെ? അവനെ കണ്ടില്ലല്ലോ. ഓ, അവൻ ആ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ബൈ പറഞ്ഞേച്ച് വരാന്നും പറഞ്ഞു പോയതാ. ഈ കവാടം അടയുന്നതിന് മുന്നേ അങ്ങനെ അവൻ വരുവോ? എന്റെ മോനവൻ. അതാ എന്റെ പേടി. ആ, നിന്റെ മോൻ എന്തോ ഒരു വള്ളിയും പിടിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. ഉള്ളോളം തരി പൊന്നെന്തിന, തനി തഞ്ചാവൂര് പട്ടെന്തിന, തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തന്തിന കാടേ. കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ടേ കറക്കാടേ, പണ്ടുപോലെ പറക്കാടേ. കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും ആരാരും കണ്ണു വച്ചു പോകും കന്നിക്കതിരാണേ. Hi Dad. Hi Mom. This is my bestie. ബെസ്റ്റിയോ? Just now my wifey. ആ, നിന്റെ മോൻ തന്നെ. പ്രിയരെ, ഈ കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പാവപ്പെട്ട ഈ അച്ചായന്മാർ അനുഭവിച്ച പ്രശ്നം, അതിൻ്റെ അടിത്തറ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. പണി വരുന്ന വഴി അറിയത്തില്ല കേട്ടോ. സൂക്ഷിച്ച ദുഃഖിക്കണ്ട. ശരിയെന്നാ. ഞങ്ങളുടെ ഈ കലാപ പരിപാടി ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം. Now, I call upon the representative of Senior Members Fellowship to present this year's report. ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞെ, ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും.
കുഞ്ഞിക്കവിളുകളിൽ മുത്തങ്ങൾ നൽകി ആത്മാവിൻ്റെ വീണമിട്ടി നിന്നെ തഴുകി നിന്റെ കുഞ്ഞിക്കവിളുകളിൽ മുത്തങ്ങൾ നൽകി ആത്മാവിൻ്റെ വീണമിട്ടി നിന്നെ തഴുകി ആരീരാരം പാടി പാടി നിന്നെ ഉറക്കി നെഞ്ചുളിർത്തും ചൂടു നൽകി നിന്നെ വളർത്തി ഇത്ര നല്ല ദൈവത്തെ നീ മറന്നുപോയോ ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും ലോകസുഖമോഹമെല്ലാം കടന്നു പോകും മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും ലോകസുഖമോഹമെല്ലാം കടന്നു പോകും മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും ദൈവത്തെ നീ ആശ്രയിച്ചാൽ രക്ഷ നേടിടും ഈ ലോകത്തിൽ ധന്യമാകും നിന്റെ ജീവിതം ദൈവം നൽകും ദിവ്യ സ്നേഹം എത്ര സുന്ദരം ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ വിശ്വാസത്തിൽ ദീപമെല്ലാം അണഞ്ഞു പോയോ പൊന്നു കുഞ്ഞെ ദൈവസ്നേഹം മറന്നിടല്ലേ ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ Thank you. We make in Jesus. He's the joy, life, and reason for all our moves. Let's get ready to see a creative hand-tutting performance by our junior, intermediate, senior, and youth Sunday school kids.
Thank you, dear junior, intermediate, senior, and youth Sunday school children for the creative and inspiring performance. പണ്ടൊരു നാളൊരു ശമരിയൻ ജെറുസലേമിൻ വീതിയിൽ ചേതനയറ്റ ശരീരവുമായി കണ്ടു തൻ കുലശത്രുവിനെ. പണ്ടൊരു നാളൊരു ശമരിയൻ ജെറുസലേമിൻ വീതിയിൽ ചേതനയറ്റ ശരീരവുമായി കണ്ടു തൻ കുലശത്രുവിനെ. നിലവിളി കേട്ടവനണഞ്ഞപ്പോൾ നിറമിഴിയോടെ കനിവേകി. നിലവിളി കേട്ടവനണഞ്ഞപ്പോൾ നിറമിഴിയോടെ കനിവേകി. കരുണയോടെ അവൻ മുറിവുകൾ കഴുകി തുടച്ചു വിനയനായി. കരുണയോടെ അവൻ മുറിവുകൾ കഴുകി തുടച്ചു വിനയനായി. പോലെ ജീവിക്കാം ദൈവസ്നേഹമിതാണെന്നു ചൊല്ലിടാം. നല്ല സമരിയനെ പോലെ ജീവിക്കാം ദൈവസ്നേഹമിതാണെന്നു ചൊല്ലിടാം. പോയൊരു ഗുരുവരൻ ലേവ്യനുമുന്നത ശ്രേഷ്ഠരും. പോയൊരു ഗുരുവരൻ ലേവ്യനുമുന്നത ശ്രേഷ്ഠരും. കണ്ടു പക്ഷെ കാണാതെ മാറിയാകുന്നു, പരിപാലിക്കാതെ പോയി മറഞ്ഞു. കണ്ടു പക്ഷെ കാണാതെ മാറിയാകുന്നു, പരിപാലിക്കാതെ പോയി മറഞ്ഞു. നല്ല സമരിയനെ പോലെ ജീവിക്കാം ദൈവസ്നേഹമിതാണെന്നു ചൊല്ലിടാം. നല്ല സമരിയനെ പോലെ ജീവിക്കാം ദൈവസ്നേഹമിതാണെന്നു ചൊല്ലിടാം. പണ്ടൊരു നാളൊരു ശമരിയൻ ജെറുസലേമിൻ വീതിയിൽ മുറിവേറ്റ തൻ കുലശത്രുവിനെ തോഴനെ പോലവൻ പാലിച്ചു. നല്ല സമരിയനെ പോലെ ജീവിക്കാം ദൈവസ്നേഹമിതാണെന്നു ചൊല്ലിടാം. നല്ല സമരിയനെ പോലെ ജീവിക്കാം ദൈവസ്നേഹമിതാണെന്നു ചൊല്ലിടാം. Representative of the Laity Fellowship to present this year's report. Now I welcome Mrs. Litty Lisa Cherian, representing the church choir, for the solo performance.
കാൽവരിക്കുള്ളിലെ കാരുണ്യമേ, കാവൽ വിളക്കാവുക. കൂരിരുൾ പാതയിൽ മാനവർക്കെല്ലാം നീ ദീപം കൊളുത്തിയിടുക. മാർഗം തെളിച്ചിടുക.
Thank you. Now I invite the Women's Fellowship for a very unique performance of Psalms 128. ഓരോ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം വ്യക്തിപരമായി മനസ്സിൽ പറയേണ്ട 2 കാര്യങ്ങൾ. 1, യഹോവയെ ഭയപ്പെടുക. 2, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുക. 128 സങ്കീർത്തനത്തിൻ്റെ മനോഹരമായ ഒരു നൃത്താവിഷ്കരണം സ്ത്രീജന സഖ്യ അംഗങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ചുറ്റും ഒലിവുതൈകൾ പോലെയുമീരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. യഹോവ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. Thank you, Women's Fellowship, for the wonderful. Now I invite our vicar, Reverend Sam Matthew K, for distributing the certificates.
Now I call upon our church secretary, Mr. Worki Chako, to deliver the vote of thanks. എത്രയും ബഹുമാനപ്പെട്ട റവറൻഡ് സാം മാത്യു കെ അച്ഛൻ, കർത്താവിൽ പ്രിയരെ, സമയം അതിക്രമിച്ചു എന്നറിയാം. അതുകൊണ്ട് മുഖവരയില്ലാതെ തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും നന്ദി കരയേറ്റുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ദൈവത്തിൻ്റെ വലിയ കൃപയാലും ദിവ്യ നടത്തിപ്പാലും ഈ വർഷവും ഏറ്റവും അനുഗ്രഹകരമായി ഇടവകയായി സംഘടനകളുടെ സംയുക്ത വാർഷിക സമ്മേളനം നടത്തുവാനായി നമുക്ക് ദൈവം ഇടയാക്കി. കഴിഞ്ഞ ഒരു വർഷക്കാലം കൂടി ഇടവകയായി നമ്മെ അത്ഭുതകരമായി നടത്തിയ സർവശക്തനായ ദൈവത്തിന് അനവധിയായ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാർഷിക സമ്മേളനം ക്രമീകരിച്ചു. ലളിതമെങ്കിലും പ്രൗഢഗംഭീരമായി ഇപ്രകാരം ഈ വാർഷിക സമ്മേളനം ക്രമീകരിക്കുവാൻ സാധിച്ചത് സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. മധ്യകാല മഹായിടവകയുടെ പോഷക സംഘടനകളായി സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം, ശ്രീജന സഖ്യം, അൽമായ ഫെലോഷിപ്പ്, ഗായക സംഘം, സീനിയർ മെമ്പേഴ്സ് ഫെലോഷിപ്പ് എന്നീ സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നു. ഒരു സഭയുടെ ശക്തി എന്ന് പറയുന്നത് സംഘടനകളുടെ പ്രവർത്തനമാണ്. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന എത്രയും പ്രിയപ്പെട്ട നമ്മുടെ ഇടപെട്ടക്കാരൻ ബഹുമാനപ്പെട്ട റവറൻഡ് സാം മാത്യു കെ അച്ഛൻ, അച്ഛൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൻ്റെ പ്രാരംഭ സമയം മുതൽ തന്നെ സംഘടനകളുടെ പ്രവർത്തനത്തിന് അച്ഛൻ വളരെയധികം പ്രാധാന്യം നൽകി വന്നിരുന്നു. അച്ഛൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു പരിധിവരെ പ്രവർത്തിക്കുവാനായിട്ട് എല്ലാ സംഘടനകൾക്കും സാധിച്ചു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. സംഘടനകളുടെ പ്രവർത്തന റിപ്പോർട്ടുകൾ കൂടി നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചല്ലോ. ബഹുമാനപ്പെട്ട അച്ഛൻ ഞങ്ങൾക്ക് നൽകി ചെന്ന പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വരും കാലങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം. അച്ഛനിൽ നിന്ന് ലഭിച്ച എല്ലാ ആലോചനകൾക്കും നേതൃത്വത്തിനും ഈ അവസരത്തിൽ നന്ദി കരയേറ്റുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 വർഷക്കാലം സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് സമർത്ഥമായ നേതൃത്വം നൽകുകയും നമുക്ക് വേണ്ട ഐഡിയാസും ആലോചനകളും ഉപദേശങ്ങളും ഒക്കെ പകർന്നു തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ജോമിനി കൊച്ചമ്മയും കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. കൊച്ചമ്മയോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ഈ വാർഷിക സമ്മേളനത്തിൽ നമ്മുടെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് വളരെ നയനമനോഹരവും ഉല്ലാസഭരിതവുമായ വിവിധ പ്രോഗ്രാംസ്, ഗ്രൂപ്പ് സോങ്സ്, സോളോ, ഡ്യുവറ്റ് സോങ്, ഡാൻസ്, സ്കിറ്റ്, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, ഇങ്ങനെ വിവിധങ്ങളായ പ്രോഗ്രാംസ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഇതിൻ്റെയൊക്കെ പുറകിൽ അക്ഷീണമായി പ്രവർത്തിച്ച ഓരോ സംഘടനയിലെയും പ്രിയപ്പെട്ടവരെ മുക്തകണ്ഠമായി പ്രശംസിക്കുന്നു. ഇത്രയും മനോഹരമായി ഓരോ പ്രോഗ്രാംസ് ക്രമീകരിക്കുവാൻ സാധിച്ചത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ദീർഘദിവസത്തെ അക്ഷീണ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. ഈ പ്രോഗ്രാംസ് പരിശീലിപ്പിച്ചവരോടും പങ്കെടുത്തവരോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളും. ഇന്ന് ഈ പ്രോഗ്രാമിൽ വളരെ മനോഹരമായി കോമ്പരിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ സാവൻ പോൾ ജേക്കബ്, മിസ് ജസ്നി മറിയം സാം, മിസ് ഐറിൻ സൂസൻ വർഗി എന്നിവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളും. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ സിസ്റ്റവും വീഡിയോയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജെറിൻ സാമുവൽ, മിസ്റ്റർ റോബിൻ സജേഷ്, ഫോട്ടോസ് എടുത്ത് സഹായിക്കുന്ന മിസ്റ്റർ സോണി മാത്യു, സ്റ്റേജിൻ്റെ ക്രമീകരണങ്ങളിൽ നമ്മളെ സഹായിച്ച മിസ്റ്റർ ഷാജി ഡി എൽ, മിസ്റ്റർ ജെയ്സൺ എബ്രഹാം എന്നിവരോടുമുള്ള സ്നേഹവും നന്ദിയും ഇടവകയുടെ പേരിൽ അറിയിച്ചുകൊള്ളും. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഏവരോടും ക്രമീകരണങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇടവ ഭരണസമിതി അംഗങ്ങൾ, ഈ പ്രോഗ്രാംസിൻ്റെ പ്രവർത്തനത്തിനായി വിജയത്തിനായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാത്തിലും ഉപരിയായി സർവശക്തനായ ദൈവത്തിന് മാനവും മഹത്വവും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. As we come to the end of the mind-soothing events of this evening, may our church be like a tree rooted in Christ, always watered by our Father in heaven. May our branches grow to be abundant with fruit and prosperous in its tidings. On behalf of the entire church committee, we extend our heartfelt thanks to each one of you for gracing the event with your presence and prayers in this journey. May the Lord continue to guide us as a church and as a community as we look ahead to the years to come with faith renewed and hearts full of hope. This is Mr. Shravan Paul Jacob, Miss Jesni Mariam Sam, and Miss Irene Susan Worki signing off. Thank you and God bless you all. ഒരിക്കൽ കൂടെ ഈ വാർഷികം പ്രോഗ്രാം ഇത്രത്തോളം വിജയകരമാക്കിയ എല്ലാവർക്കും
എല്ലാവരും ചേർന്ന് പരസ്പരം ഒരു കൈയടി കൊടുക്കാം.